ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വ്ളോഗ് ഫുള്ളായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കെന്നാൽ ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആണ് ആദ്യം തന്നെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സാധാരണയായിട്ട് ഈ ഉള്ളി തൊലിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മോളാണ് ഇതൊക്കെ ചെയ്യാറ്. എന്നാൽ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അവൾക്ക് നേരത്തെ കൊടുക്കണം ഉള്ളി തൊലിക്കാനൊക്കെ, എന്നാലേ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ റോസു പതിവ് പോലെ ഓട്ടവും ചാട്ടവും ഒക്കെയാണ് ഇപ്പോൾ വീട്ടിൽ പണി. അപ്പോൾ ഞാനിപ്പോൾ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ റെസിപ്പി കുറേ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം റെസിപ്പിനാണ് എല്ലാ പ്രാവശ്യം ഞാൻ ഒരേ കറിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ കുക്കറിലേക്ക് 1 കിലോ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനി ബീഫാണ് നമ്മൾ വാങ്ങിക്കാറ്. എല്ലോട് കൂടിയിട്ടുള്ളതും എല്ലില്ലാത്തതുമാണ് വാങ്ങിക്കാറ്. അപ്പം നമുക്കതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2-3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകം കുറച്ചിടുക, പിന്നെ ഉലുവ അതും 1/2 ടീസ്പൂൺ വീതം രണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മോളെ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ എൻ്റെ ബാക്കിലുണ്ടാകും ഇതുപോലെ പൊടികളൊക്കെ ഇങ്ങനെ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറ്റില്ല. എല്ലാം നമ്മളങ്ങനെ കുറേ പ്രാവശ്യം നടക്കുമ്പോഴൊക്കെ കുറേ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 2 സവാള വലുത്, ഒരു മീഡിയം സൈസുള്ളത് ഇങ്ങനെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് സവാളേനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇനി ഇതൊരു 3-4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ അവർ കാണാതെ എടുത്തതാണ്. അവർ ഡേറ്റ് നോക്കുകയാണ്, നാട്ടിലേക്ക് പോകാനുള്ള ഡേറ്റ് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 2-3 വിസിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഓരോ ബീഫിനും ഓരോ വേവാകും. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇക്കയാണ് ഇവിടെ ടേസ്റ്റ് നോക്കാറ്. ഇക്ക ഉണ്ടായിരുന്നു ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. വീക്കെൻഡിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തുറന്ന ശേഷം ഒന്നുകൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഈ കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്, എന്നാലേ ബീഫിലേക്ക് ആ ഒരു മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഒട്ടും തന്നെ എണ്ണ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വീണ്ടും ചെറിയ ഉള്ളിയാണ് നല്ലത്. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള അരിഞ്ഞ് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക, വറവിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു നാടൻ സ്റ്റൈൽ ബീഫ് കറിയാണ്. കുറേ തവണ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത് ഉച്ചത്തേക്കുള്ള ലഞ്ചിനും പിന്നെ ഞാനൊരു സ്പെഷ്യലായിട്ട് ഒരു വിഭവം ഉണ്ടാക്കാനും വേണ്ടിയിട്ടും കൂടിയാണ് ഈ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഉച്ചത്തേക്കുള്ള ലഞ്ചിന് കുറച്ച് എടുത്തിട്ട് പിന്നെ ബാക്കി ഉള്ള കറി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയ ശേഷം നമുക്ക് ഒരുപാട് സൈഡ് ഡിഷൊന്നും വേണമെന്നില്ല. നമ്മളെല്ലാം കൊണ്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു. ഇപ്പോൾ സാധാരണ രീതിയിലൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് വേണം, ക്യാബേജ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ, മോരില്ലേ, തൈരില്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല, ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി കറി ഇല്ലെങ്കിലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കും. അങ്ങനത്തെ രീതി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും സ്ഥിതി.
അപ്പോൾ ഇന്ന് ചോറും ബീഫ് കറിയും പപ്പടവും പിന്നെ ക്യാബേജ് ഉപ്പേരിയുമാണ് ചോറിൻ്റെ വിഭവങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ബീഫ് കണ്ടപ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കിഴി പൊറോട്ട ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ബീഫ് കറി ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുറച്ച് വാഴയില കൊണ്ടുവരാൻ. അപ്പോൾ വാഴയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വാടിപ്പോയി. അപ്പം 5 കൊണ്ടുവന്നതിൽ 2 വാടിപ്പോയി. ബാക്കി ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു കിഴി പൊറോട്ട ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു വലിയ വാഴയിലയും പിന്നെ ഒരു ചെറിയൊരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി മൊത്തം കളറ് മാറിപ്പോയി പെട്ടെന്ന് തന്നെ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതുപോലെ പൊറോട്ട ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പൊറോട്ട അല്ല, ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു കിഴി പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പൊറോട്ട ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ആദ്യമൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കിഴി പൊറോട്ടയുടെ ആ ഒരു സംഭവം വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പൊറോട്ടയുടെ മുകളിൽ കറി ഒഴിച്ച് കഴിക്കുന്നതല്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെ അല്ലേ എന്നുള്ളൊരു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയി കഴിച്ച ശേഷമാണ് മനസ്സിലായത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ കിഴിയായിട്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വരുന്നതെന്ന്. അപ്പോൾ 2 പൊറോട്ടയാണ് ഇപ്പം ഒരു കിഴീൻ്റെ അകത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വാഴയില വാട്ടിയെടുത്ത വാഴയിലയുടെ മുകളിൽ 2 പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ പിന്നെ ഒരു പൊറോട്ടയുടെ മുകളിൽ ഒന്ന് വെച്ചിട്ട് അടുത്ത പൊറോട്ട അതിൻ്റെ മുകളിൽ വയ്ക്കുക. അങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ കറി ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത പൊറോട്ട വയ്ക്കുക. അങ്ങനെ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ബീഫ് കറിയും കുറച്ച് ബീഫും പിന്നെ കുറച്ച് സവാള, ഒരു 2 സ്ലൈസ് തക്കാളിയും കൂടി വെച്ചിട്ടാണ് ഇങ്ങനെ കിഴി പോലെ കെട്ടിയെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് പച്ചക്കറികളും അതായത് ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. മല്ലിയില പുതിനയിലൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 3-4 പൊറോട്ട ഒക്കെ വെച്ചിട്ട് ലെയർ ചെയ്ത് ഇതെടുക്കാം. കറി ഓരോ പൊറോട്ടയുടെ മുകളിലും കറി വെച്ചിട്ട് അങ്ങനെ ലെയർ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 2 പൊറോട്ട അല്ലേ ഒരാൾ കഴിക്കുകയുള്ളൂ മാക്സിമം, അല്ല സാധാരണ ആയിട്ടുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കിഴീൻ്റെ അകത്ത് ഞാനിപ്പോൾ 2 പൊറോട്ടയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ കിഴി വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ആവിയിൽ ആ ഒരു ഇത് നന്നായിട്ട് ചൂടായി കിട്ടുള്ളൂ. അകത്തൊക്കെ നന്നായിട്ട് ചൂടായി കിട്ടണം. നല്ല ഒരു ആ ഒരു തുറക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ഇത് അടിയിൽ കരിഞ്ഞു പോകുന്നുണ്ടോയെന്നൊക്കെ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അകത്തുള്ള പൊറോട്ടയുടെ ഞാനിപ്പോൾ 2 ലെയറായിട്ട് വെച്ചിട്ടുണ്ട് വാഴയില, അതുകൊണ്ട് വല്ലാണ്ട് കരിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വാഴയിലൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കയാണ് ഇതിപ്പോൾ തുറന്നു നോക്കാൻ പോകുന്നത്. ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു മണമായിരിക്കും. നമ്മൾ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു മണം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഇതൊന്നും ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പൊറോട്ടയും കറിയും ഇനി എങ്ങനെ മിക്സ് ചെയ്താലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അത് ഞാനങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു റെസിപ്പി കഴിക്കുന്നതിന് മുമ്പ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര ചൂടായിരിക്കും കേട്ടോ തുറക്കുന്ന സമയത്ത്. അതുപോലെ ഒരു പ്രത്യേക ഒരു സ്വാദാണ്. അത് കഴിക്കാത്തവർക്ക് ആണ് കേട്ടോ പറയുന്നത്. മിക്കവാറും ഇതിപ്പോൾ എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് അറിയുന്നുണ്ടാകും. അപ്പോൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, നല്ല ചൂടുണ്ട്. എന്താ പറയുക, അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഇങ്ങനെ കിഴി പൊറോട്ട തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പിന്നെ വാഴയില ഇല്ലാത്തതുകൊണ്ട് പൊറോട്ട വേറെ സെപ്പറേറ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ഇതന്നെ ഇതിൽ തന്നെ കഴിക്കണം എന്നായിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ഈ ഒരു 2 പൊറോട്ട വെച്ചിട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത്, വാഴയില സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട്.
ശരിക്കും റോസുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇത് വല്ലാണ്ട് ബാധിക്കുന്നത്. കാരണം അവർക്ക് മൊബൈലും ഇതൊക്കെ ഒരു പരിധി വരെയൊക്കെയല്ലേ നോക്കാൻ പറ്റുള്ളൂ. പിന്നെ അവളുടെ മെയിൻ ടൈം പാസ് എന്ന് പറയുന്നത് ഇവരായിട്ട് കളിക്കുന്നതാണ്, ഈ ലവ് ബേർഡ്സിനായിട്ട്. അവരെ തുറന്നു വിടും, പിന്നെ അവരെ പിന്നാലെ ഓടി നടക്കലും, അതൊക്കെ തന്നെയാണ് അവളുടെ ഇപ്പോഴത്തെ ഒരു ടൈം പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പൊറോട്ട ചൂടാക്കി എടുക്കുകയാണ് വൈകിട്ടേക്ക് ഉള്ളത്. കറി ഉണ്ടല്ലോ എന്തായാലും. പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ റെഡിയാക്കി എടുക്കുകയാണ്. സ്വീറ്റ് കോൺ ഇങ്ങനെ പാക്കറ്റിൽ ഫ്രോസൺ ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ ഈസിയാണ് നമുക്കത് റെഡിയാക്കി എടുക്കാൻ. പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പിന്നെ ഇവിടെ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മളിതുപോലെ അത് വെള്ളം തിളക്കുന്ന സമയത്ത് ഈ കോൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5, 8, 10 മിനിറ്റ് വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും ഇത് റെഡിയാകും. നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനത്തെ പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന സംഭവമാണത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്, കാരണം പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള പാക്ക് വാങ്ങിച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഒരുപാട് പേർക്ക് നമുക്ക് കുറഞ്ഞ ഒരു പാക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും ചെയ്യും. ഇങ്ങനെ പാക്കറ്റിന് അത്ര വിലയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും പിന്നെ ചെറുനാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് ബട്ടർ ഒന്നും ഇടാണ്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഒരു ചാറ്റ് കഴിക്കുന്ന പോലെ അങ്ങനെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയ ശേഷമാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കാൻ തുടങ്ങിയത്. കാരണം ഇവർക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സ്നാക്സ് കൊടുക്കുന്നതിലും നല്ലത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് നേരവും ഇങ്ങനെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒന്നും ഇരുത്തണ്ടെന്ന്. വല്ലപ്പോഴും മാത്രമേ ഇരിക്കാറുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ കാണുന്ന സമയത്തായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ റെസിപ്പിയുമായിട്ടോ വരുന്നവരേക്കും ബൈ. താങ്ക് യു.